ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ BCOC 132 എന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിലെ യൂണിറ്റ് 1-ലെ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 1.1 ഇൻട്രൊഡക്ഷൻ, 1.2 ഹ്യൂമൻ ആക്ടിവിറ്റീസ്, 1.3 ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കാം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളത് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്, അല്ലാതെ എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. Introduction. In our day-to-day life, we use words like business, commerce, trade, industry, etc. quite often. These words have a definite meaning in business organization. In this introductory unit, you will learn the exact connotation of such terms. You will also learn the distinction between economic and non-economic activities, objectives of business, the classification of business activities, importance of organization and the role of entrepreneur in business. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ബിസിനസ്, കൊമേഴ്സ്, ട്രേഡ്, ഇൻഡസ്ട്രി എന്ന് പറയുന്ന വാക്കുകളെല്ലാം മിക്കപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ബിസിനസ് ഓർഗനൈസേഷനുകൾ വരുമ്പോഴത്തേനും ഈ ഓരോ വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള എക്സാക്റ്റ് മീനിങ് ഉണ്ട്. അപ്പോൾ അത് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ബിസിനസ്സിലെ ഓൺട്രപ്രണറിൻ്റെ റോളും, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അതാണ് ഈ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. All of us participate in various kinds of works from the time we get up from bed in the morning till the time we go to sleep at night. We get up from bed in the morning, brush our teeth, take bath and get breakfast. Then children go to school or college to study. Elders go to office or factory or shop or field to work, and housewives work at home. In the evening, all of us come back home, take food and sleep. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ പല പല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അല്ലേ. പല പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ദിവസം തന്നെ കഴിഞ്ഞു പോകുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കും, പല്ലേക്കും, കുളിക്കും, അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കും. കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ പഠിക്കാനായിട്ട് പോകും. മുതിർന്നവർ ഓഫീസിൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യാനായിട്ടൊക്കെ അവർ പോകും അല്ലേ. എന്നിട്ട് വീട്ടമ്മമാരാണെങ്കിൽ അവർ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും. വൈകുന്നേരം എല്ലാവരും വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും, എന്നിട്ട് ഉറങ്ങും അല്ലേ. ഇങ്ങനെ മനുഷ്യന്മാർ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹ്യൂമൻസ് ഫ്രം മോർണിംഗ് ടു നൈറ്റ് ആർ കോൾഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസിലെ ക്ലാസിഫിക്കേഷനാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും. ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് തന്നെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നമുക്ക് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് നോക്കാം. ആക്ടിവിറ്റീസ് വിച്ച് ആർ കണ്ടക്റ്റഡ് ബൈ ദ ഹ്യൂമൻ ബീങ്സ് ഡ്യൂ ടു ലവ് ആൻഡ് അഫെക്ഷൻ, സോഷ്യൽ ഒബ്ലിഗേഷൻ, റിലീജിയസ് ഒബ്ലിഗേഷൻ, ഫിസിക്കൽ റിക്വയർമെൻറ്റ്, പേട്രിയോട്ടിസം എക്സെട്ര ബട്ട് നോട്ട് ഫോർ ഏർണിംഗ് മണി ആർ കോൾഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തികൾ, എന്ത് പ്രവർത്തികൾ, അതായത് സ്നേഹം കൊണ്ടും സാമൂഹിക ബാധ്യത കൊണ്ടും മതപരമായ കടമ കൊണ്ടും ശാരീരിക ആവശ്യങ്ങൾ കൊണ്ടും ദേശസ്നേഹം കൊണ്ടും ഒക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ പെടുന്നത്. ഇത് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളല്ല. ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇപ്പം എന്താ പറയുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു മോണിറ്ററി ബെനിഫിറ്റ്, ഒരു സാമ്പത്തിക നേട്ടം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. മറിച്ച് നമുക്ക് ഒരു മെൻ്റൽ പീസ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയാണ് ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സ്നേഹം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, അതുപോലെ തന്നെ മതപരമായിട്ടും നമ്മുടെ നാടിനോട് സ്നേഹം കൊണ്ടുമൊക്കെ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളുണ്ടല്ലോ, അതൊക്കെയാണ് ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്.
ഇതിൽ ദേ ഡു നോട്ട് ഗെറ്റ് എനി ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്. നേരിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു നേട്ടവും കിട്ടത്തില്ല. ഇതിൻ്റെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ലക്ഷ്യം, മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ഈസ് ടു പ്രൊവൈഡ് സർവീസസ് ടു അതേഴ്സ് വിത്ത് എ നോൺ മോണിറ്ററി ഒബ്ജക്റ്റീവ്. അതായത് മറ്റുള്ളവർക്ക് സേവനം നൽകുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇവിടെ പണം സമ്പാദിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, മറിച്ച് മറ്റുള്ളവർക്ക് സേവനം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ പറയുന്നത്. ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഹൗസ് വൈഫ് കുക്കിംഗ് ഫോർ ഫാമിലി. വീട്ടമ്മ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുമ്പോഴത്തേനും അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം കിട്ടുന്നുണ്ടോ? ഇല്ല. ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം കിട്ടുന്നുണ്ടോ? ഇല്ല. പീപ്പിൾ ഗോയിങ് ടു ടെമ്പിൾ. ആൾക്കാർ അമ്പലത്തിലോട്ടോ ദേവാലയങ്ങളിലോട്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. അവിടെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ലഭിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു സെൽഫ് കണ്ടൻമെൻറ്റ് എന്തൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് ഒരു നമ്മുടെ മൈൻഡൊക്കെ ഫുൾ ആകുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെയാണ് ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഇതിന് ഒരു ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റും കിട്ടുന്നില്ല. മറ്റുള്ളവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് കുറച്ച് അധികം പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം പഠിച്ചത് തന്നെയാണ്, എന്നാലും അഡീഷണലി കുറച്ച് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. These are the activities which are conducted by the human beings due to love and affection, social obligation, religious obligation, physical requirement, patriotism, etc. but not for earning money. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ മുമ്പത്തെ ആ ഒരു ചാർട്ടിലും കണ്ടത്. The housewife cooking for the family, children going to school and playing games, people going to a temple or a mosque for prayer, a social worker working for the uplift of the poor, etc. are such examples. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അതിൽ ഓൾമോസ്റ്റ് എല്ലാ എക്സാമ്പിൾസും നമ്മൾ നേരത്തെ ചാർട്ടിൽ കവർ ചെയ്തതാണ്. കവർ ചെയ്യാത്ത നമുക്ക് നോക്കാം. എ സോഷ്യൽ വർക്കർ വർക്കിംഗ് ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് ദ പുവർ. അതായത് സാമൂഹിക പ്രവർത്തകർ ദരിദ്രരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഒരു എക്സാമ്പിളാണ്. പേഴ്സൺസ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് ആക്ടിവിറ്റീസ് ഡു നോട്ട് ഗെറ്റ് എനി ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് വിത്ത് ദ മോട്ടീവ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ് ടു അതേഴ്സ് വിത്ത് എ നോൺ മോണിറ്ററി ഒബ്ജക്റ്റീവ്. An example is the working of non-government organizations. ഓക്കെ, ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് NGOs ആണ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. These activities are first and foremost undertaken for satisfaction of personal, social, religious, cultural and sentimental റിക്വയർമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതായത് ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് എന്തിനാണ്? സ്വകാര്യ സംതൃപ്തി, സാമൂഹിക, മതപര, സാംസ്കാരിക, വികാരപര ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അല്ലേ? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ദ നോൺ അപ്പിയറൻസ് ഓഫ് എ ഫിനാൻഷ്യൽ പാർട്ണർ ഓർ വെയർ ദ കോസ്റ്റ് പെയ്ഡ് ബൈ ദ കൺസ്യൂമർ ഈസ് നോട്ട് കറസ്പോണ്ടഡ് ടു ദ എക്സ്പെൻസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഈ ഒരു പോയിൻ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ സാധാരണയായി പണം കൊടുത്ത് വാങ്ങുന്നത് സേവനമല്ല. സേവനത്തിൻ്റെ ചെലവും ഉപഭോക്താവ് നൽകുന്ന പണവും തമ്മിൽ നേരിട്ടുള്ള ബന്ധമില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സർവീസ് നടത്തുമ്പോഴത്തേന് നമുക്ക് കുറേ എക്സ്പെൻസസ് ഒക്കെ വരും അല്ലേ? അതും ഇതും പിന്നെ കൺസ്യൂമർ സർവീസ് കിട്ടുമ്പോഴത്തേനും ആ കൺസ്യൂമർ അത് കൺസ്യൂം ചെയ്യുന്നത് ആരാണ്? അയാൾ കുറച്ച് എമൗണ്ട് റിട്ടേൺ ബാക്ക് കൊടുക്കുമായിരിക്കുമല്ലോ. അപ്പം ഈ എക്സ്പെൻസും ഈ ഇൻകവും തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്നാണ് ഈ ഒരു പോയിൻ്റ് പറയുന്നത്. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് സാധാരണയായി പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സേവനം അല്ലല്ലോ. അപ്പം ഈ സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസും കൺസ്യൂമർ തിരിച്ച് റിട്ടേൺ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതും തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്നാണ് ഈ ഒരു പോയിൻ്റ് പറയുന്നത്. ഇതിൻ്റെ ചില മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മോഡൽസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം.
ആദ്യത്തെ മോഡലാണ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്. ലേബർ സെർച്ചിങ് ഫോർ എ സോഷ്യൽ ബെനിഫിറ്റ് പ്യുവർലി ബേസ്ഡ് ഓൺ സോളിഡാരിറ്റി ആൻഡ് വിത്തൗട്ട് മോണിറ്ററി അഡ്വാൻറ്റേജസ്. ഫോർ ഇൻസ്റ്റൻസ്, ഗവൺമെൻറ് ഫണ്ടഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കമ്മ്യൂണിറ്റി വർക്ക് ഓർ സോഷ്യൽ അസിസ്റ്റൻസ്. ഇതെന്താണെന്ന് വെച്ചാൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ പണം പ്രതീക്ഷിക്കാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ചെയ്യുന്ന ജോലികളാണ് അല്ലേ ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക സേവനം, ഇതൊക്കെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലെ എക്സാമ്പിളായിട്ട് വരുന്നത്. ചാരിറ്റബിൾ ആക്ടിവിറ്റിയൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് സർവീസ് റെൻഡർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ മോഡൽ എന്താണെന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി ലൈക്ക് ടൈഡിങ്, വാഷിംഗ് ഡിഷസ്, ചൈൽഡ് കെയർ, സൂയിങ് ഗാർമെൻറ്റ്സ് ഓർ ഹോം എക്കണോമിക്സ്. അതായത് ഗൃഹകാര്യങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, വീട് വൃത്തിയാക്കൽ, പാത്രം കഴുകൽ, കുട്ടികളെ നോക്കുക, തുന്നൽ, വീട്ടുജോലികൾ, ഇതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെ. നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ വീട്ടിൽ എന്തോരം ജോലികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അവർക്ക് എന്തെങ്കിലും മാസം ശമ്പളം വല്ലതും കൊടുക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നതിൽ ഇത്ര രൂപ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മണി കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസാണ്. ഇനി ഇൻഡിപെൻഡൻസി, നാവിഗേറ്റിംഗ് അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് അണ്ടർ മാർജിനലൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റി ഇൻ ദെയർ അപ്ലിഫ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ ഓർഡർ ടു മീറ്റ് ദെയർ ലൈവ്ലിഹുഡ്. അതായത് സ്വയം പര്യാപ്തതയ്ക്കുള്ള സഹായം, പിന്നോക്ക വിഭാഗങ്ങളെ സ്വയം നിലനിൽക്കാൻ സഹായിക്കുന്ന ആക്ടിവിറ്റീസൊക്കെ ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിളായിട്ട് വരും. സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ, അതൊക്കെ ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ലാസ്റ്റത്തെ മോഡലാണ് വോളണ്ടറിലി സ്കില്ലിംഗ്. പീപ്പിൾ ഹൂ ഫെസിലിറ്റേറ്റ് മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഇൻ അച്ചീവിങ് എംപ്ലോയ്മെൻറ്റ് ബൈ ട്രെയിനിങ് ഇൻ സ്കിൽസ്. അതായത് സ്വമേധയാ കഴിവ് പരിശീലനം. ഈ മീൻസ് കുറച്ച് നോർമലി നമ്മുടെ കൂട്ടി ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പം അവർക്ക് വേണ്ടിയിട്ട് ജോലി കൊടുക്കുക. അപ്പോൾ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അവരെ സ്കില്ല് ചെയ്യുക, പരിശീലിപ്പിക്കുക. അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് ഈ വോളണ്ടറി സ്കില്ലിംഗ് എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി ലഭിക്കാൻ വേണ്ട സ്കിൽ ട്രെയിനിങ് നൽകുന്ന ആക്ടിവിറ്റീസാണ് ഈ വോളണ്ടറി സ്കില്ലിങ്ങിന് അണ്ടറിൽ വരുന്നത്. ഇനി നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ഹ്യൂമൻ ബീങ്സ് ഫോർ ഏർണിംഗ് മണി ഓർ ലൈവ്ലിഹുഡ്. അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട്, പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പണം സമ്പാദിക്കുക എന്നുള്ളതാണ് എക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോഴത്തേനും ഇതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. ദീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ എക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ളത്. ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മണി ഏൺ ചെയ്യുക എന്നുള്ളത്. ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ സമ്പാദിക്കുക, നമ്മുടെ ആസ്തികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൽ എന്ന് പറയുന്നത്. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ സർവീസ് റെൻഡർ ചെയ്യാൻ വിത്തൗട്ട് ദ മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് അല്ലേ. അവിടെ നമുക്ക് പ്രോഫിറ്റ് വേണ്ട, പൈസ വേണ്ട. പക്ഷേ എക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോഴത്തേനും ജീവിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഫോർ ഏർണിംഗ് മണി, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതാണ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഡോക്ടർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, അപ്പം എല്ലാ മാസം സാലറി കിട്ടുമല്ലോ. ടീച്ചർ വർക്കിംഗ് ഇൻ എ സ്കൂൾ. ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നു, ടീച്ചറിനും സാലറി കിട്ടും. എംപ്ലോയി ഗോയിങ് ടു ഹിസ് ഓഫീസ്. ഒരു ജീവനക്കാരൻ ഓഫീസിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നു, കാശ് കിട്ടത്തില്ലേ? ഫാമർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. കർഷകൻ പാടത്തിൽ ജോലി ചെയ്യുന്നു, കർഷകന് പാടത്തിൽ നിന്ന് സാധനങ്ങളെല്ലാം വിറ്റ് വരുമ്പോഴത്തേനും പൈസ കിട്ടത്തില്ലേ? അങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസാണ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഹെഡിൽ വരുന്നത്. ഇനി നമുക്ക് എക്കണോമിക്കും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കണം. ആദ്യം മീനിങ്.
എക്കണോമിക് ആക്ടിവിറ്റീസ്. ദീസ് ആർ ദ ആക്ടിവിറ്റീസ് വിച്ച് ആർ പെർഫോംഡ് ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ. അല്ലേ, സാമ്പത്തികമായിട്ട് നമുക്കൊരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദീസ് ആക്ടിവിറ്റീസ് ജനറേറ്റ് റവന്യൂ വിച്ച് മേ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ടു ദ ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ വർക്കിംഗ് ഇൻ ദ ഫാക്ടറി, ഓഫീസ് എക്സെട്ര. അതായത് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇൻകം ജനറേറ്റ് ചെയ്യുക, റവന്യൂ ജനറേറ്റ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷൻ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ഇൻ ദ ഫാക്ടറി, ഓഫീസ് എക്സെട്ര. ഇനി അതേസമയം നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ മീനിങ് എന്താണ്? ദീസ് ആർ ആക്ടിവിറ്റീസ് വിച്ച് ആർ പെർഫോംഡ് ടു ഫുൾഫിൽ സോഷ്യൽ, ഫിസിയോളജിക്കൽ ആൻഡ് മെൻ്റൽ നെസസിറ്റീസ്. അതായത് സാമൂഹികപരമായിട്ടും മാനസികമായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ NGOയുടെ ഫങ്ഷനിങ്, NGOയുടെ പ്രവർത്തനം, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഹെൽപ്പേജ്, സേവ് ദ ചിൽഡ്രൻ, ക്രൈ എക്സെട്ര. ഇതൊക്കെ NGO നടത്തുന്ന ആക്ടിവിറ്റീസാണ്. ഇതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസാണ്. ഇനിയും പർപ്പസ് എന്താണെന്ന് നോക്കുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ദീസ് ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൻ വിത്ത് എ ഫിനാൻഷ്യൽ മോട്ടീവ്. ഫിനാൻഷ്യൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതേസമയം നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണെങ്കിൽ സാമൂഹികപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഔട്ട്കംസ്. എക്കണോമിക് ആക്ടിവിറ്റീസിൽ ദീസ് ആക്ടിവിറ്റീസ് റിസൾട്ട് ഇൻ എ ജനറേഷൻ ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് എക്സ്ചേഞ്ച് ചെയ്യുക, അതാണ് ഇവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസിലെ ഔട്ട്കം എന്ന് പറയുന്നത്. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ എന്ന് പറയുമ്പോഴത്തേനും ഒരു പേഴ്സണൽ കണ്ടംപ്റ്റൻ, ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റിയിലെ ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി മെഷർമെൻറ്റ്. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ മെഷർമെൻറ്റ് എന്താണ്? ദീസ് ക്യാൻ ബി മെഷേർഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ്. സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എക്കണോമിക് ആക്ടിവിറ്റീസ്. അതേസമയം നോൺ എക്കണോമിക് ആക്ടിവിറ്റീസോ ദീസ് ആർ മെഷേർഡ് ഇൻ പേഴ്സണൽ ഫുൾഫിൽമെൻറ്റ് ടേംസ്. നമ്മുടെ മനസ്സിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ ഇല്ലയോ, അങ്ങനെയാണ് നമ്മൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി വാല്യൂ. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ വാല്യൂ എന്താ? ദീസ് ആക്ഷൻസ് ആഡ് വാല്യൂ ടു ദ നാഷണൽ ഇൻകം. നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നതാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്. പക്ഷേ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒരു വാല്യൂയും നാഷണൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ എക്സാമ്പിളാണ് നോക്കുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിൾ: ആൻ അക്കാഡമിഷ്യൻ, എ സ്കിൽഡ് പേഴ്സൺ, എ ഡോക്ടർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് എക്സെട്ര. സ്കിൽഡ് പേഴ്സണും ഡോക്ടറും ലോയറും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഒക്കെ ജോലി ചെയ്യുമ്പോഴത്തേനും അവർക്ക് റെമ്യൂണറേഷൻ കിട്ടും, അല്ല സാലറി കിട്ടും. അപ്പം അത് ഒരു എക്കണോമിക് ആക്ടിവിറ്റീസാണ്. അതേസമയം നോൺ എക്കണോമിക് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ: ടീച്ചർ ടീച്ചിങ് ഹെർ ഓൺ സൺ. ഒരു ടീച്ചറിൻ്റെ സ്വന്തം മോനെ പഠിപ്പിക്കുന്നു, അത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? അവിടെ പൈസ വല്ലതും ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എ ഡോക്ടർ ട്രീറ്റിംഗ് പുവർ പേഷ്യൻസ് വിത്തൗട്ട് ചാർജിങ് എനി ഫീസ്. ഒരു ഡോക്ടർ പാവപ്പെട്ട പേഷ്യൻസിനെ ഫീസൊന്നും ഇല്ലാതെ പരിശോധിക്കുന്നു. ഇതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ടർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ജനറേറ്റ് എക്കണോമിക് ഓർ ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റ്സ് ബൈ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താ ജനറേറ്റ് ചെയ്യുന്നത്? സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ബൈ പ്രൊഡ്യൂസിങ് ഗുഡ്സോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവർ ഫിനാൻഷ്യലായിട്ടുള്ള മീൻസ് പൈസ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് കൊണ്ട്. The economic activity of any country can be arranged into following division: primary sector, secondary sector and tertiary sector. ഏതൊരു രാജ്യത്തെ എക്കണോമിക് ആക്ടിവിറ്റി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ തന്നിരിക്കുന്നത്, നോക്കിക്കോളൂ. ആദ്യത്തെ സെക്ടർ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ ഈസ് എ സെക്ടർ വിച്ച് ഈസ് റിലേറ്റഡ് ടു വിത്ഡ്രോയിങ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അതായത് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയൽസ്, അതൊക്കെ ഈ പ്രൈമറി സെക്ടറിൽ പെടുന്നതാണ്. പ്രൈമറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ബേസ്,
ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വരുന്ന ഒരു സെക്ടറാണ് ഈ പ്രൈമറി എക്കണോമിക് സെക്ടർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡിപ്പെൻഡൻറ്റ് അപ്പോൺ നേച്ചർ. പ്രകൃതിയിലെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സെക്ടറാണ് ഈ പ്രൈമറി എക്കണോമിക് സെക്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ദിസ് സെക്ടർ ആർ അഗ്രികൾച്ചർ, ബ്രീഡിംഗ്, ഫോറസ്ട്രി, ഫിഷറി, ഹണ്ടിങ് ആൻഡ് മൈനിങ്. ഈ പ്രൈമറി എക്കണോമിക് സെക്ടറിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ വരും, അതുപോലെ ഫോറസ്ട്രി, ഫിഷറി, ഹണ്ടിങ് ഖനനവും അതുപോലെ വേട്ടയാടുന്നത്, ഫോറസ്ട്രി, ഇതെല്ലാം അഗ്രികൾച്ചർ, ഇതെല്ലാം പ്രൈമറി എക്കണോമിക് സെക്ടറിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി രണ്ടാമത്തെ സെക്ടറാണ് സെക്കൻഡറി എക്കണോമിക് സെക്ടർ. ഇറ്റ് റിലേറ്റ്സ് വിത്ത് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റോ മെറ്റീരിയൽസ് ഓഫ് പ്രൈമറി സെക്ടർ. അതായത് പ്രൈമറി സെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഈ സെക്കൻഡറി എക്കണോമിക് സെക്ടറിലാണ്. അതായത് ഇപ്പം കോട്ടൺ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, കോട്ടനെ ക്ലോത്ത് ആക്കണ്ടേ, ആ വക പ്രോസസ്സൊക്കെ നടക്കുന്നത് ഈ സെക്കൻഡറി എക്കണോമിക് സെക്ടറിലാണ്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ക്ലോത്ത്സ് മെയ്ഡ് ബൈ ദ റോ മെറ്റീരിയൽ ഓഫ് കോട്ടൺ, ജൂട്ട് എക്സെട്ര, ദ ഇന്ത്യൻ ഖാദി ഇൻഡസ്ട്രി, ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് എക്സെട്ര. ഇതൊക്കെയാണ് സെക്കൻഡറി എക്കണോമിക് സെക്ടറിൻ്റെ എക്സാമ്പിൾസ്. അടുത്ത സെക്ടറാണ് ടെർഷ്യറി സെക്ടർ. ഇറ്റ് റെഫേഴ്സ് ടു ദ സർവീസ് പ്രൊവൈഡിങ് ആക്ടിവിറ്റീസ് വിച്ച് ക്യാൻ ബി സീൻ ഇൻ ഡിസ്റ്റിങ്വിഷ് ഡൊമൈൻസ്. അതായത് ഈ പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും സപ്പോർട്ട് കൊടുക്കുന്ന സെക്ടറാണ് ഈ ടെർഷ്യറി എക്കണോമിക് സെക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് സർവീസ് പ്രൊവൈഡിങ് ആക്ടിവിറ്റീസ്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ, ഡിസെമിനേറ്റിംഗ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ സർവീസ് എക്സെട്ര. ഇതൊക്കെയാണ് ഈ ടെർഷ്യറി എക്കണോമിക് സെക്ടറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടറിന് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഈ ടെർഷ്യറി എക്കണോമിക് സെക്ടറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ബാക്കിയുള്ള എക്സാമ്പിൾസ് നോക്കാം. റീറ്റെയിൽ ട്രേഡ്, റീറ്റെയിൽ എസ്റ്റേറ്റ്, ഗവൺമെൻറ് ആൻഡ് ജുഡീഷ്യൽ ആക്ടിവിറ്റീസ്, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്, ഹെൽത്ത് സർവീസ്, മീഡിയ, ട്രാൻസ്പോർട്ടേഷൻ. അതായത് ഇപ്പം ബാങ്കിൻ്റെ സർവീസ്, ലോണൊക്കെ കൊടുക്കുന്നതുണ്ടല്ലോ, ഈ ബിസിനസ്സിലൊക്കെ ലോൺ കിട്ടുന്ന കുറേ സ്കീംസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഹെൽത്ത് സർവീസ്, ഇൻഷുറൻസ് കൊടുക്കുക. പിന്നെ നമുക്കിപ്പം ബിസിനസ്സൊക്കെ ഇപ്പം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് അഡ്വർടൈസ്മെൻറ്റ് വഴിയൊക്കെ അല്ലേ, അപ്പം മീഡിയ, അതൊക്കെയാണ് ഈ ടെർഷ്യറി എക്കണോമിക് സെക്ടറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഡയഗ്രത്തിൽ കണ്ടതുപോലെ ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ബിസിനസ് എന്താണെന്നുള്ളത് നോക്കാം. എനി ആക്ടിവിറ്റി കൺസേൺ വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് ഓർ എക്സ്ചേഞ്ച് ഓഫ് വൺ സാറ്റിസ്ഫൈങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാരിഡ് വിത്ത് എ വ്യൂ ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. അതായത് സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആക്ടിവിറ്റികൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നടക്കുകയാണെങ്കിൽ അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. എനി ആക്ടിവിറ്റി ക്യാരിഡ് പ്രൈമർലി വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ക്യാൻ ബി കോൾഡ് എ ബിസിനസ് ആക്ടിവിറ്റി. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. ദിസ് ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ പ്രൊഡക്ഷൻ ആൻഡ് ഓർ എക്സ്ചേഞ്ച് ഓഫ് വൺ സാറ്റിസ്ഫൈങ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഈ പ്രോഫിറ്റ് എങ്ങനെയാണ്, ഈ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന് വെച്ചാൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റ് ഏൺ ചെയ്യാം. Therefore we can define business as any activity concerned with the production and exchange of one satisfying goods and services carried with the view of earning profit. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ഡെഫിനേഷൻ. പ്രൊഡക്ഷൻ ഓഫ് സോപ്പ്, സെയിൽ ഓഫ് എഗ്സ്, പ്രൊഡക്ഷൻ ഓഫ് ടി വി സെറ്റ്സ്, ട്രാൻസ്പോർട്ട് എക്സെട്ര ആർ സം എക്സാമ്പിൾസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് സോപ്പ് ഉൽപ്പാദിപ്പിക്കുക, മുട്ട വിൽക്കുക, ടി വി സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദ പേഴ്സൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഈസ് കോൾഡ് എ ബിസിനസ് മാൻ ഓർ ഓൺട്രപ്രണർ. ബിസിനസ്സിൽ എൻഗേജ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിസിനസ് മാൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. സിമിലർലി എ ഫേം ഫോമഡ് ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിങ് എ ബിസിനസ് ആക്ടിവിറ്റി ഈസ് കോൾഡ് എ ബിസിനസ് എൻ്റർപ്രൈസ് ഓർ എ ബിസിനസ് ഫേം. അതുപോലെ തന്നെ ഒരു ഫേം ബിസിനസ് ആക്ടിവിറ്റി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ഫേമിനെ നമ്മൾ ബിസിനസ് എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ബിസിനസ് ഫേം എന്ന് വിളിക്കും. അടുത്തതാണ് പ്രൊഫഷൻ. ആൻ ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് ദ റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് സർവീസസ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് നേച്ചർ ബേസ്ഡ് ഓൺ പ്രൊഫഷണൽ നോളേജ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഈസ് കോൾഡ് എ പ്രൊഫഷൻ. അതായത് നമ്മൾ പേഴ്സണലായിട്ട് ഒരു സർവീസ് ഒരാൾക്ക് റെൻഡർ ചെയ്യുകയാണ്, സ്പെഷ്യൽ നേച്ചറിലുള്ള പേഴ്സണലൈസ്ഡ് സർവീസ്. അത് ഒരു പ്രൊഫഷൻ നോളേജിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും ട്രെയിനിങ്ങിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റീനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ICAIയുടെ സിലബസ് കറക്റ്റ് ഫോളോ ചെയ്ത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് എക്സാം എല്ലാം പാസ്സായി അല്ലേ,
അങ്ങനെ ക്വാളിഫൈ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് ഒരു CA എന്ന് പറയുന്നത്. അപ്പോൾ ആ ആൾ കൊടുക്കുന്ന ആക്ടിവിറ്റി ഒരു പ്രൊഫഷൻ്റെ കീഴിൽ വരും. അതുപോലെയാണ് ലോയേഴ്സ് അല്ലേ, അവരൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ബോഡിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അല്ലേ. ഇപ്പം ഇതൊക്കെയാണ് പ്രൊഫഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാട്ടോ. സർവീസസ് റെൻഡേഡ് ബൈ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് എക്സെട്ര കം അണ്ടർ ദിസ് കാറ്റഗറി. ജനറലി ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് പ്രൊഫഷൻ ദെയർ വുഡ് ബി എ പ്രൊഫഷണൽ ബോഡി. ഇപ്പോൾ CA-കാർക്ക് ICAI ആണ് പ്രൊഫഷണൽ ബോഡി. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിനാണെങ്കിൽ ICMAI ആണ്. അതുപോലെ ലോയേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു ബോഡി ഉണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് എ പ്രൊഫഷണൽ ബോഡി ഓഫ് ലോയേഴ്സ് വിച്ച് ഗൈഡ്സ് ആൻഡ് റെഗുലേറ്റ്സ് ദ ലോ പ്രൊഫഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ലോയേഴ്സിൻ്റെ പ്രൊഫഷണൽ ബോഡിയാണ് ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ബോഡി പ്രിസ്ക്രൈബ്സ് ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ട്രെയിനിങ് റിക്വയർഡ് ടു പ്രാക്ടീസ് ദ കൺസേൺഡ് പ്രൊഫഷൻ. ഇപ്പം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പാസ്സായിട്ടുള്ള ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലേ, അതെല്ലാം ഫോളോ ചെയ്തിട്ട് അപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ അയാൾക്ക് സർവീസ് റെൻഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പ്രൊഫഷണൽ ബോഡി പ്രിസ്ക്രൈബ്സ് ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ട്രെയിനിങ് റിക്വയർഡ് ടു പ്രാക്ടീസ് ദ കൺസേൺഡ് പ്രൊഫഷൻ. ആ കൺസേൺഡ് പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും എന്താണ് പ്രൊഫഷണൽ ബോഡി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. A professional should become the member of concerned professional body and follow the code of conduct prescribed by such body. അതായത് ഇപ്പോൾ നമുക്ക് പ്രൊഫഷനൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസേൺഡ് പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർ ആയിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. പ്രൊഫഷണൽസ് ചാർജ് സം ഫീ ഫോർ ദ പ്രൊഫഷണൽ സർവീസ് ദേ റെൻഡർ. ഈ പ്രൊഫഷണൽസ് നമുക്ക് റെൻഡർ ചെയ്യുന്ന സർവീസിന് അവരൊരു ഫീസ് വെക്കും. അത് നമ്മൾ കൺസ്യൂമേഴ്സ് പേ ചെയ്തിരിക്കണം അല്ലേ. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ഓഡിറ്റിങ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവർക്ക് ഇത്ര ഓഡിറ്റ് ഫീസ് എന്ന് പറഞ്ഞ് കൊടുക്കത്തില്ലേ. ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ അവർക്ക് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേനും കൺസൾട്ടേഷൻ ഫീസൊക്കെ ഉണ്ടല്ലേ. അതുപോലെ പ്രൊഫഷണൽസ് റെൻഡർ ചെയ്യുന്ന സർവീസിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീസുണ്ട്, അത് നമ്മൾ കൊടുക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എംപ്ലോയ്മെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. എനി ആക്ടിവിറ്റി അസൈൻഡ് ടു എ പേഴ്സൺ ബൈ ദ എംപ്ലോയർ അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ഓർ റൂൾസ് ഓഫ് സർവീസ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഇപ്പം ഒരു വ്യക്തി എംപ്ലോയറിൻ്റെ കീഴിൽ എംപ്ലോയറിൻ്റെ തന്നിട്ടുള്ള എഗ്രിമെൻറ്റ് റൂൾസൊക്കെ അനുസരിച്ച് അവിടെ ജോലി ചെയ്യാൻ തയ്യാറാവുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കാം. എനി ആക്ടിവിറ്റി അസൈൻഡ് ടു എ പേഴ്സൺ ബൈ ദ എംപ്ലോയർ അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ഓർ റൂൾസ് ഓഫ് സർവീസ് comes under the category of employment. A person who undertakes such activity is called employee. അങ്ങനെ ജോലി ചെയ്യുന്ന ആളെ എംപ്ലോയി എന്ന് വിളിക്കും. ആരാണോ ജോലി കൊടുക്കുന്നത് അയാളെ എംപ്ലോയർ എന്നും ആരാണോ ജോലി ചെയ്യുന്നത് അയാളെ നമ്മൾ എംപ്ലോയി എന്നും വിളിക്കും. ഫോർ പെർഫോമിംഗ് സച്ച് ആക്ടിവിറ്റി ദ എംപ്ലോയി റിസീവ്സ് റെമ്യൂണറേഷൻ ഫ്രം ദ എംപ്ലോയർ ഇൻ ദ ഫോം ഓഫ് വേജ് ഓർ സാലറി, അലവൻസ്, ബോണസ് എക്സെട്ര. ഇതുപോലെ ജോലി ചെയ്യുന്നതിന് എംപ്ലോയർ എന്ത് കൊടുക്കും? സാലറി കൊടുക്കും, അല്ലെങ്കിൽ വേജ് കൊടുക്കും, അതുപോലെ തന്നെ അലവൻസും ബോണസും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ദ എംപ്ലോയ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് സർവീസ്. എംപ്ലോയ്മെൻറ്റിനെ നമുക്ക് സർവീസ് എന്നും വിളിക്കാം. വർക്കിംഗ് ഇൻ എ ഫാക്ടറി, ഓഫീസ്, ഹോട്ടൽ, കോളേജ് എക്സെട്ര ആർ എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിൻ്റെ ചില എക്സാമ്പിൾസ് ആണ്. എന്താണ്? ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു, ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഹോട്ടലിൽ ജോലി ചെയ്യുന്നു, കോളേജിൽ ജോലി ചെയ്യുന്നു. ഇതൊക്കെ എംപ്ലോയ്മെൻറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. Even professionally qualified persons also work as employees in various organizations. For example, doctors employed government or private hospitals, engineers employed in a factory, etc. ഈ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും പല പല ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിലോ ഡോക്ടേഴ്സ് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സൊക്കെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. CA-കാരും CMA-കാരും ഒക്കെ ഓരോരോ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നില്ലേ, അവനും പ്രൊഫഷണൽസ് തന്നെയിലൊക്കെ. അപ്പോൾ ഇതൊക്കെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, employment is an alliance between two parties often dependent on an agreement where work is compensated for. എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു അലയൻസ് ആണ്. അവിടെ ജോലി ചെയ്യും എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതിന് പകരമായിട്ട് അവർക്കൊരു റിക്വയർഡ് സെർട്ടൺ എമൗണ്ട് ഓഫ് മണി കൊടുക്കുന്നുണ്ട്. വൺ പാർട്ടി വിച്ച് മൈറ്റ് ബി എ കമ്പനി, ഫോർ പ്രോഫിറ്റ്, നോൺ പ്രോഫിറ്റ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കോപ്പറേറ്റീവ് ഓർ എനി അതർ എൻറ്റിറ്റി ഈസ് എംപ്ലോയർ ആൻഡ് അതർ ഈസ് എംപ്ലോയി. രണ്ട് പാർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു പാർട്ടി എന്ന് പറയുന്നത്
പറയുന്നത് ജോലി കൊടുക്കുന്ന ആൾ നമ്മൾ എംപ്ലോയർ ആണെന്ന് വിളിക്കുന്നത്. അതാരായിരിക്കാം? കമ്പനി ആയിരിക്കാം, ലാഭത്തിൽ നടക്കുന്ന ഒരു കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ്, ലാഭം പ്രതീക്ഷിക്കാതെ നടത്തുന്ന ഒരു കമ്പനി ആയിരിക്കാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എൻറ്റിറ്റി. ഓക്കെ, അത് എംപ്ലോയറും മറ്റേ പാർട്ടി എന്ന് പറയുന്നത് എംപ്ലോയി ആയിരിക്കും. എംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ദ കോൺട്രാക്ച്വൽ അസോസിയേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ്, ദാറ്റ് ഈസ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ച്വൽ അസോസിയേഷനാണ്. എംപ്ലോയിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ അസോസിയേഷനാണ് ഈ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് വർക്ക് ഇൻ റിട്ടേൺ ഫോർ പേയ്മെൻറ്റ് വിച്ച് മേ ബി ഇൻ ദ ഫോം ഓഫ് ആൻ അവർലി വേജ് ബൈ പീസ് വർക്ക് ഓർ ആൻ ആനുവൽ സാലറി ആസ് ലംസം പേയ്മെൻറ്റ് ഓർ എ കോൺട്രാക്ച്വൽ ബേസിസ്. ഈ എംപ്ലോയീസ് ജോലി ചെയ്യുന്നതിന് തിരിച്ച് അവർക്ക് വേതനം കിട്ടും, ശമ്പളം കിട്ടും. അത് ചിലപ്പം മണിക്കൂറുകൾക്ക് ജോലി ചെയ്യുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ മാസമായിരിക്കാം, അല്ലെങ്കിൽ ആനുവലി ആയിരിക്കാം. അത് ഈ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വർക്ക് ഓഫ് ആൻ എംപ്ലോയി ഡസ് ഓർ ദ സെക്ടർ ഹി ഓർ വർക്ക്സ് ഇൻ. അപ്പോൾ സാലറി കിട്ടുന്നത് എന്തിനെയാണ്? നമ്മൾ ചെയ്യുന്ന ജോലീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏത് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും. Under certain kinds of employment, employees may receive perquisites beyond their regular payment. ചില എംപ്ലോയ്മെൻറ്റിലൊക്കെ സാലറിക്ക് പുറമെ അവർക്ക് ചില ആനുകൂല്യങ്ങളും കൂടി കിട്ടും. അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഇതനുസരിച്ച് ഗ്രാറ്റുവിറ്റി, ബോണസ് പേയ്മെൻറ്റ്, എംപ്ലോയി സ്റ്റോക്ക് പ്ലാൻ, ഹെൽത്ത് ഇൻഷുറൻസ്, ഹൗസിംഗ്, ഡിസബിലിറ്റി ഇൻഷുറൻസ്, റിക്രിയേഷണൽ സർവീസ് ഡ്യൂറിങ് ഓഫീസ്, ഇതൊക്കെ കിട്ടും. അത് നമ്മൾ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സാലറിക്ക് പുറമെ നമുക്ക് ഇതുപോലത്തെ അഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുന്ന ഗ്രാറ്റുവിറ്റിയും ഈ സോപ്പും അതുപോലെ റിക്രിയേഷണൽ സർവീസും ഒക്കെ കിട്ടുന്നത്. എംപ്ലോയ്മെൻറ്റ് ഈസ് ടിപ്പിക്കലി ഗവേൺഡ് ബൈ എംപ്ലോയ്മെൻറ്റ് ലോസ് ഓർ റെഗുലേഷൻസ് ഓർ ലീഗൽ കോൺട്രാക്ട്. എംപ്ലോയ്മെൻറ്റ് ഗവേൺ ചെയ്തിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് ലോസും ഉണ്ട്, റെഗുലേഷൻസും ഉണ്ട്, ലീഗൽ കോൺട്രാക്ട്സ് വെച്ചിട്ടാണ് എംപ്ലോയ്മെൻറ്റിനെ ഗവേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പഠിക്കാനുണ്ട്. അത് ഞാൻ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അടുത്ത പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.